നാദാപുരത്ത് ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം കൂടി നിന്നവരെ തിരിച്ചയക്കാൻ ശ്രമിച്ചത് അവിടെ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. പ്രവർത്തകരും പോലീസുമായി അവിടെ വാക്കേറ്റം, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് നാദാപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് ഏതാണ്ട് ഒരു 5:40 അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. അവിടെ വലിയ പോലീസ് സന്നാഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാഹുൽ സുരേഷ് ഒരുപക്ഷെ അല്പസമയത്തിനകം അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പോലീസ് അവിടെ പ്രവർത്തകരെ തിരിച്ചയച്ചിട്ടുണ്ട്. ഈ ബൂത്തിന് മുന്നിൽ കൂടി നിന്നവര് വോട്ട് ചെയ്ത ശേഷം കൂടി നിന്നവരെ തിരിച്ചയച്ചു. ഇത്രയും നേരമായി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന വോട്ടർമാരാണ്. അപ്പോൾ അവർക്ക് അസ്വസ്ഥതയും ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ വരും മണിക്കൂറുകളിൽ വരും മിനിറ്റുകളിൽ അത്തരത്തിൽ ചില വാഗ്വാദങ്ങളോ കയ്യാങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കണം. കാര്യം ഒരുപാട് ബൂത്തുകളിൽ മണിക്കൂറുകളായി വോട്ടർമാർ വോട്ട് ചെയ്യാൻ കാത്തു ക്യൂ നിൽക്കുകയാണ്. അവിടെ എന്തെങ്കിലും പോലീസിന് ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ ഉണ്ടാകും. അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അതാണ് ഇപ്പോൾ നാദാപുരത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് അതിന് കാരണം? ഇത് വോട്ട് ചെയ്തിട്ട് അവിടെ കൂടി നിന്നവരെയാണോ മാറ്റാൻ ശ്രമിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും കാരണം അവിടെ ഉണ്ടോ? ഹാഷ്മി വിജയകുമാർ, ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ ഒരു പ്രശ്നമുണ്ട്. വോട്ട് ചെയ്ത ശേഷവും ആളുകൾ ഈ പോളിംഗ് ബൂത്തിന് സമീപം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പോലീസ് ഇവരെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് നാദാപുരത്ത് ഈ സംഘർഷം ഉണ്ടാവുന്നത്. നാദാപുരം ഗവൺമെന്റ് UP സ്കൂളിലാണ് അല്പം മുമ്പ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. ഇതിനൊടുവിലാണ് ഒരു പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരെ ലാത്തി വീശി സമീപത്തു നിന്നും പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന് സമാനമായ സാഹചര്യമാണ് മറ്റു ബൂത്തുകളിലും ഉള്ളത്. ഈ വോട്ട് ചെയ്ത ശേഷവും ആളുകൾ ഈ ബൂത്തിന് സമീപം തുടരുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഹാഷ്മി വിജയകുമാർ. പാലക്കാട് ഹാഷ്മി 6 മണിയായി. 6 മണി കഴിഞ്ഞ് 10 സെക്കൻഡ് കൂടി ആയിട്ടുണ്ട്. സാങ്കേതികമായി തീർന്നു. പക്ഷെ പാലക്കാട് അകത്തെത്തറയിൽ 6 മണിയായിട്ട് നീണ്ടെന്ന് പറയുന്നു. അങ്ങനെ കേരളത്തിലെ സ്കൂളിൽ സമയം അവസാനിച്ചിട്ടും 150-ലധികം ആളുകൾ ക്യൂവിലുണ്ട് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, വടകരയാവട്ടെ, മലബാർ മേഖലയിലാവട്ടെ, തെക്കോട്ടാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. അപ്പോൾ വോട്ടിംഗ് ഒരു മന്ദഗതിയിലായിരുന്നു എന്ന് പറയുന്ന ആരോപണം വസ്തുതയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. 6 മണിയായിട്ടും ബൂത്തുകളിൽ വോട്ടർമാർ നീണ്ട നിരയാണെങ്കിൽ ഈ 6 മണി വരെ വന്ന് നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകും. കൂപ്പൺ കൊടുത്തു. അതെന്തായാലും 7 മണിയോ 7:30 ഒക്കെ നേരം അതിനുശേഷമാകണം ഒരു അന്തിമ പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക.